നമസ്കാരം. കലാസ്നേഹികളായ സഭാവാസികളെ, നാടകം ഇതാ ആരംഭിക്കുകയായി. നാടകത്തിൻ്റെ പേര് ചക്രായുധം എന്നാണ്. പക്ഷേ ചക്രായുധം എന്ന പേരിനും ഈ നാടകത്തിൻ്റെ കഥയ്ക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ബന്ധം പാടില്ലെന്ന് ഞങ്ങൾക്ക് നിർബന്ധവുമാണ്. എന്തോ കേട്ടില്ല? വാസ്തവം ധാർമ്മിക മൂല്യങ്ങളും ചില MLA-മാരും തമ്മിലുള്ള ബന്ധം പോലെ. മനസ്സിലായല്ലോ അല്ലേ? വാസ്തവത്തിൽ ഈ നാടകത്തിന് നൽകേണ്ട പേര് മഹാകവിയുടെ മരണം എന്നാണ്. കാരണം ഒരു മഹാകവിയുടെ മരണമാണ് ഈ നാടകത്തിൻ്റെ പ്രമേയം. പക്ഷേ അങ്ങനെ ഒരു പേര് നൽകിയാൽ കഥയ്ക്കും പേരും തമ്മിൽ ബന്ധം വന്നു പോകുമല്ലോ എന്ന് ഭയന്ന് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടില്ല. മാത്രവുമല്ല, ബൈബിളും പുരാണങ്ങളും എല്ലാം തികഞ്ഞു നോക്കിയിട്ടും മഹാകവിയുടെ മരണം എന്നൊരു പ്രയോഗം എങ്ങും കണ്ടെത്താനും കഴിഞ്ഞില്ല. അതിനാൽ ചക്രായുധം എന്ന പേര് നൽകേണ്ടത് ചരിത്രപരമായ ഒരു ആവശ്യമായി തീരുകയാണ് ഉണ്ടായത്. അതിനാൽ ഇപ്പോൾ ആരംഭിക്കുന്നത് ചക്രായുധം എന്ന പേരിൽ മഹാകവിയുടെ മരണം എന്ന നാടകമാണ്. ഈ കാണുന്നത് മഹാകവിയുടെ ഭവനമാണ്. പക്ഷേ ഈ ശവപ്പെട്ടി മഹാകവി ഇല്ല. കാരണം അദ്ദേഹം മരിച്ചിട്ടില്ല. പക്ഷേ മരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ജനിച്ചാൽ ഒരിക്കൽ മരിക്കുമെന്നുള്ളത് ഒരു പരമസത്യമായതുകൊണ്ട് മഹാകവി മരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ ശവപ്പെട്ടി വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നത്. ഈ വരുന്നത് മഹാകവിയുടെ ഭാര്യയാണ്. പക്ഷെ അവർ ദുഃഖിതയല്ല. കാരണം ദുഃഖിക്കാൻ അവർക്ക് അവകാശമില്ല. അത് തന്നെ, മഹാകവി ജനങ്ങളുടെ വകയാണ്. അതിനാൽ ദുഃഖിക്കാനും കരയാനുമുള്ള എല്ലാ അവകാശങ്ങളും ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ആ കാഴ്ചകളിലേക്ക്. നമസ്കാരം. നമസ്കാരം. എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് മനസ്സിലായി. എന്നാൽ ഞാൻ തന്നെ കാര്യം വ്യക്തമാക്കി. ഞാൻ ഒരു MLA എന്ന് പറഞ്ഞാൽ ഒരു ബഹു പൊതുജനദാസൻ. ഈ കഠാരയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറിച്ച് അവർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇത് ഗോത്ര സംസ്കാരത്തിന്റെ ബാക്കിപത്രമൊന്നുമല്ല. ഇതൊരു രാഷ്ട്രീയ പ്രതീകമാണ്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ദിവസവും പത്രം വായിക്കണം. തുടർച്ചയായി പത്രങ്ങൾ വായിക്കുന്നത് കൊണ്ടാണ് ആളുകളിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇക്കാലത്ത് ഭ്രാന്തന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആളുകൾ നിത്യവും പത്രം വായിക്കുന്നതുകൊണ്ടാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസം. മഹാകവികൾ അങ്ങനെ പലതും പറയും. കാര്യം അവർക്ക് നാട് ഭരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തൊലിക്കട്ടിയും ഹൃദയ കാഠിന്യവും ഉണ്ടാക്കി തരുന്നത് പത്രങ്ങൾ. ഹൃദയമുണ്ടെങ്കിലല്ലേ അതിന് കാഠിന്യം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ആര് പറഞ്ഞു ഞങ്ങൾക്ക് ഹൃദയമില്ലെന്ന്? രാഷ്ട്രീയ ഹൃദയം എന്നൊരു പ്രത്യേക തരം ഹൃദയമാണ് ഞങ്ങൾക്കുള്ളത്. അതൊക്കെ പോട്ടെ, മഹാകവി മരിച്ചു ഇല്ല. എപ്പോൾ മരിക്കും? 10:30 മണിക്ക് മരിക്കും. തീർച്ചയായും എന്ന് വേണം കരുതാൻ. അല്ല, ഈ 10:30 മണിക്ക് തന്നെ മരിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർമാർ. ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ. അതെ. ഇത്രയ്ക്ക് വാക്കിന് വ്യവസ്ഥ ഇല്ലാത്തവന്മാര് ഈ ഭൂമിയിൽ വേറെ കാണില്ല. താങ്കൾക്ക് അങ്ങനെയുള്ള വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വിശദീകരിക്കാം. എന്റെ അമ്മയ്ക്ക് അതികഠിനമായ ഒരു രോഗം. ഞാൻ എന്റെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി കിടന്നു. പരിശോധിച്ചതിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞു അടുത്ത ഞായറാഴ്ച മരിക്കും. എന്നിട്ട് ഞായറാഴ്ച അമ്മ മരിച്ചില്ല? ഇല്ല. ഒരു ദിവസം കൂടെ കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് തിങ്കളാഴ്ച വെളുപ്പിനെയാണ് എൻ്റെ അമ്മ മരിച്ചത്. ഓർക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആ ഡോക്ടർമാരുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ
എന്റെ ചില അഭ്യുദയകാംക്ഷികളായ സുഹൃത്തുക്കൾ പറഞ്ഞു അത് വേണ്ടത്. ഇല്ലെങ്കിൽ ആ ഡോക്ടർമാർ ഇന്ന് സെൻട്രൽ ജയിലിൽ കിടന്ന അടികൾ തന്നെയാണ്. ഓ പാവ അമ്മ കുറെ കഷ്ടപ്പെട്ട് കാണുമല്ലോ. തീർച്ചയായും അതൊരു മഹാത്യാഗമായിരുന്നു. ഒരുത്തം വരുന്നുണ്ട്. ഇന്നിവിടെ പലതും നടക്കുന്നു. ഞാൻ അവനെ എന്റെ കയ്യിൽ കിട്ടാൻ തന്നെയാണ് ഇത്ര നാൾ കാത്തിരുന്നത്. വരട്ടെ. ഇതൊരു ദുഃഖം അനുഭവിക്കുന്ന വീടാണ്. ഇവിടെ അനാവശ്യ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. നാടിന്റെ പൊതുവെയുള്ള ഒരു പ്രശ്നം വരുമ്പോൾ വ്യക്തികളുടെ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല. നമ്മെ മനസ്സിലായില്ല എന്നുണ്ടോ? ഇല്ല. ഇത് കണ്ടിട്ടും മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ആധുനിക രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്കതറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു ബഹു മന്ത്രിയാണ്. മന്ത്രിമാർക്കെല്ലാം വാള്, എങ്ങനെയോ MLA ആയവന്മാർക്കെല്ലാം ഈ ആയുധങ്ങളെല്ലാം നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്. ഓ ഇപ്പൊ ഞങ്ങൾക്ക് ഞാനും ഉണ്ടായി. ഇനി ഞാൻ എന്റെ ആഗമനോദ്ദേശം വെളിപ്പെടുത്താം. വന്ന കാര്യം പറയാമെന്ന്. നിങ്ങളുടെ ഭർത്താവ് മരിച്ചതിലുള്ള അനുശോചനം രേഖപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓ അദ്ദേഹം മരിച്ചോ? മരിച്ചു. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. മരണവകുപ്പിന്റെ മന്ത്രി കൂടിയായ ഞാനാണ് അത് ആദ്യം അറിയേണ്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എൻ്റെ അനുശോചനം മാത്രമല്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, എൻ്റെ മന്ത്രിസഭയുടെ മുഴുവൻ അനുശോചനവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ ഭാഗ്യം, ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. അതുപോലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ ആളുകളും അവരുടെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മരിച്ചത് നിസ്സാര വ്യക്തിയല്ല. അദ്ദേഹം ഈ നാട്ടിലെ അദ്ദേഹം ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗുസ്തിക്കാരനായിരുന്നു. എന്റെ ഭർത്താവ് ഗുസ്തിക്കാരനായിരുന്നില്ല. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തിയാണ്. അദ്ദേഹം ഗുസ്തിക്കാരനായിരുന്നില്ല. അദ്ദേഹം ഈ നാട്ടിലെ ഏറ്റവും വലിയ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അദ്ദേഹം ഫുട്ബോൾ കളിക്കാരനുമായിരുന്നില്ല. അതെ, അത് ശരിയാണ്, നിങ്ങളുടെ ഭർത്താവ് ഫുട്ബോൾ കളിക്കാരനുമായിരുന്നില്ല. പിന്നെയോ അദ്ദേഹം ഈ നാട്ടിലെ ഏറ്റവും വലിയ ചിത്രമെഴുത്തുകാരനായിരുന്നു. എന്റെ ഭർത്താവ് ചിത്രമെഴുത്തുകാരനുമായിരുന്നില്ല. ഭഗവതി എന്നോട് ക്ഷമിക്കണം. ഇന്ന് 2-3 അനുശോചന പരിപാടികൾ ഉള്ളതുകൊണ്ട് ഈ കുറിപ്പുകൾ തമ്മിൽ മാറിപ്പോയതാണ്. സത്യത്തില് എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. വിവരമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത്. എന്നാൽ നിങ്ങളുടെ ഭർത്താവ് എന്ത് കുന്തമാണെന്ന് നിങ്ങൾ തന്നെ പറയണം. അദ്ദേഹം ഒരു കവിയായിരുന്നു. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. അദ്ദേഹം ഒരു മഹാകവിയായിരുന്നു. അദ്ദേഹം ഒരു മഹാകവിയൊന്നുമായിരുന്നില്ല, വെറും കവിയായിരുന്നു. ഒരു വലിയ ആൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ മഹാ എന്ന് ചേർക്കണമെന്ന് നിയമമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു മഹാകവി തന്നെയാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. താൻ എന്താണോ ഇത്ര ഗൗരവത്തിൽ നിൽക്കുന്നത്? എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പിന്നീട് മനസ്സിലാക്കി തരാം. എന്നാൽ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. അത് പറ്റിയ സ്ഥലവും സന്ദർഭവും അല്ല. ഇതൊരു മരണ വീടാണ്. അതിലിപ്പോ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ദിവസം എത്രയോ പേര് മരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുകൊണ്ട് വേറൊരു കാര്യവും പറയാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? എന്തായാലും അല്പം കൂടെ ക്ഷമിക്കാം. അടുത്ത അസംബ്ലി ഒന്ന് കൂടിക്കോട്ടെ. അന്ന് ഞാൻ നീ എന്നെ എന്തോ ചെയ്യും, അത് കണ്ടറിയാം. എന്നാൽ അസംബ്ലി അച്ഛനാക്കായ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്.
പൊരുതാൻ പണിതിട്ടിട്ടുള്ള സ്ഥലം അസംബ്ലി മന്ദിരമാണെന്ന്. ഞാൻ ഉദ്ദേശിക്കുന്ന ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കാനോ ഷൂട്ട് ചെയ്യാനോ യാതൊരു സൗകര്യമില്ല. ഇത് പണിയുന്ന കാലത്ത് ഇവിടെ ഷൂട്ടിംഗ് നടക്കുമെന്ന് അറിയില്ല. ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. ഷൂട്ടിംഗ് എപ്പോ എവിടെ നടക്കുമെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. അല്ല, സാറിന് നിൽക്കുമായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഓർമ്മയുണ്ടോ എന്നെ? എവിടെയോ വെച്ച് കണ്ടതുപോലെ തോന്നുന്നു. എവിടെയോ വെച്ചല്ല, പലയിടത്ത് വെച്ചും നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പെരുങ്ങുഴിയിലെ പ്രസംഗം ഷൂട്ട് ചെയ്ത് ഞാനായിരുന്നു. അന്നൊരേറെ എനിക്കും കിട്ടി. പിന്നെ പ്രസംഗത്തിന് ശേഷം താങ്കൾ കാറിലേക്ക് കയറാൻ പോകുമ്പോൾ പ്രതിപക്ഷത്തെ ആൾക്കാർ വന്ന് മുണ്ടിൽ പിടിച്ചു വരച്ച് പ്രത്യേകിച്ച് ഫോട്ടോയും ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും പത്രത്തിന് കൊടുത്തായിരുന്നോ? ഒരു 4000 രൂപ വീണിട്ടുണ്ട്. 1000 രൂപ കൂടി കൂട്ടിത്തരുന്ന പത്രത്തിന് ഞാനത് കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ എന്റെ മുഖം കണ്ടാ തിരിച്ചറിയുമോ? കമിഴ്ന്ന് കിടക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമല്ല. പക്ഷേ ആ കിടപ്പ് കണ്ടാൽ അറിയാം താങ്കളാണ് കിടക്കുന്നത്. എന്നാലേ അതിന്റെ താഴെ ഇത് ഞാനല്ല എന്ന് പ്രത്യേകം എഴുതിയേക്കണം. റെഡിയാക്കി തരാം. എന്നാലേ സാറിന്റെ പഠനം ആദ്യം നിർത്തേക്കാം. ഞാനിവിടെ നിൽക്കുന്ന കണ്ടില്ലേ താൻ? എംഎൽഎ. പിന്നെ കാണാതെയാണോ എംഎൽഎ സാറിന്റെ? ഈടായിട്ട് തനിക്ക് കുറച്ച് ഗ്രൂപ്പുകൾ കൂടുന്നുണ്ട്. ഞാൻ ശരിയാക്കി തരാം. നോക്ക്, എപ്പോ ഏത് നേരത്തും മന്ത്രിയാകാനുള്ള ചുറ്റുപാടില ഞാൻ നിൽക്കുന്നതെന്ന് മറക്കരുത്. മനസ്സിലായല്ലോ? എന്റെ പൊന്നു സാറേ, ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോ അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഇങ്ങനെ നിന്നാ പോരെ? ആയിക്കോ ആയിക്കോ. നമസ്കാരം. ദൈവദേവർക്ക് ഇതൊരു വിഷയമാക്കരുത്. പിന്നെ ചാർജ് ചെയ്താലുണ്ടാകും. ആയിക്കോ ആയിക്കോ. നമസ്കാരം. നേരിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ഞാനാണ് പാഷാണം. പാഷാണം എങ്കിൽ സൂക്ഷിക്കണം. എടോ, പാഷാണം എന്ന തൂലികാ നാമത്തിൽ എഴുതുന്ന കവി. അങ്ങനെ ആ മഹാകവിയുടെ മരണവാർത്ത ഒരു ഞെട്ടലോട് കൂടിയാണ് ഞാൻ കേട്ടത്. ഞങ്ങൾ ഞെട്ടിയില്ല. നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഞെട്ടിയേ ഒക്കൂ. എന്നാലേ ഇക്കാര്യം പത്രങ്ങളിൽ വരികയുള്ളൂ. നിങ്ങളുടെ ഭർത്താവും ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിരുന്നു. എന്നിട്ട് ഈ പറയുന്ന നിങ്ങളെ ആരെയും അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഒരു പ്രാവശ്യം പോലും ഞാനിവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ശക്തിയേറിയ അഭിപ്രായം ഉണ്ടായിരുന്നു. അറിയാം, അദ്ദേഹം ഒരു കവിയെ ആയിരുന്നില്ല എന്നായിരുന്നില്ലേ ഇയാളുടെ വാദം? അദ്ദേഹം എഴുതുന്നൊന്നും കവിത അല്ലെന്നും. സത്യം പറയാൻ അദ്ദേഹത്തെ എനിക്ക് ഭയമായിരുന്നു. അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഒരു കവി എന്ന നിലയിൽ എന്നെ മറ്റുള്ളവർ അംഗീകരിക്കാത്തതെന്ന് എനിക്കറിയാം. ഇപ്പോൾ സന്തോഷമായില്ലേ? എന്നൊക്കെ പറഞ്ഞു എന്റെ ഹൃദയത്തിനെ മുറിവേൽപ്പിക്കരുത്. കവിയുടെ ഭാര്യ മരിച്ചിട്ടില്ല. എക്സ്ക്യൂസ് മീ, കവിയുടെ ഭാര്യ മരിച്ചിട്ടില്ല. നാളത്തെ പത്രം കോരിത്തെറിപ്പിക്കുന്ന വാർത്തകളുമായി ചൂടുള്ള വാർത്തകൾ വായിക്കാൻ നാളത്തെ പത്രം.
ഞാൻ എടപ്പാളി പത്രത്തിന്റെ പത്രാധിപരാണ്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. My Edappali daily tomorrow issue is Halloween special. Very articles, short stories, poetries, crime editorials, etc. ഇതെല്ലാം എഴുതി കഴിഞ്ഞു. അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാം എഴുതി ശരിയാക്കി വെച്ചു. ബിക്കോസ് ഐ നോ ഹി ഷുവലി ഡൈ. എല്ലാവരും കേൾക്കണം. എടപ്പാളി പത്രത്തിന്റെ മഹാകവി സ്പെഷ്യലിന് വേണ്ടി ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയ മുഖപ്രസംഗമാണ് ഇത്. വർത്തമാന പത്രത്തിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരിക്കും ഈ എഡിറ്റോറിയൽ. കേട്ടോ? അങ്ങനെ നാം ഏവരും ആഹ്ലാദത്തോടു കൂടി പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന മഹാകവിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. അതുമൂലം ലോകം മുഴുവൻ കണ്ണീർ പുഴ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എടപ്പാളിയും അതിന്റെ വിനീതമായ ദുഃഖം രേഖപ്പെടുത്താതിരിക്കുന്നത് മോശമാണല്ലോ. ഈ മഹാമരണം മൂലം നഷ്ടം സംഭവിച്ചിരിക്കുന്നത് സാഹിത്യത്തിന് മാത്രമല്ല, എല്ലാ കലകളും ഇതോടെ തകർന്ന് നിലംപതിച്ചിരിക്കുന്നു. സന്മാർഗത്തിന്റെയും സംസ്കാരത്തിന്റെയും മുന്നിലെ മഹാകവിയുടെ മൃതശരീരം കൊണ്ടുവരുന്നു. മഹാകവിയുടെ മൃതശരീരം കൊണ്ടുവരുന്നു. സംഗീതമേളം ഉയരട്ടെ. ഇനി അനുശോചന പ്രസംഗങ്ങളാണ്. പ്രസംഗം വെറും പ്രസംഗമായിരുന്നാൽ പോരാ, വികാര നിർഭരമായിരിക്കണം. പ്രേക്ഷകർ പൊട്ടിക്കരയണം. ആർക്കും പ്രസംഗിക്കാം. ആദ്യമായി സംസാരിക്കുന്നത് മരണവകുപ്പ് മന്ത്രിയാണ്. ഒരു മന്ത്രി എന്നത് താൻ എങ്ങനെയാണ് മന്ത്രിയായെന്ന് എനിക്കറിയാം. എന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടല്ലേ താൻ മന്ത്രിയായത്. നിന്നെ ഞാൻ വെറുതെ കൊടുക്കുന്ന കരുതണ്ട. തക്ക സമയം കിട്ടുമ്പോൾ നിന്നോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. നീ വിചാരിച്ച ഒരു ചുക്കം ചെയ്യാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഞാൻ വിചാരിച്ചാൽ ചിലതെന്നല്ല എല്ലാം നടക്കും. ഞാനേ മന്ത്രിയാണ്. നീ കാലുമാറി വന്ന ഞാൻ നിന്നെ ഇനി മന്ത്രിയാക്കുമെന്ന് കരുതിയോ? നോക്ക്, ഞാൻ ഈ നിൽക്കുന്ന നിപ്പിൽ ചെറുതായിട്ടൊന്ന് കാല് മാറിയാൽ നീ മന്ത്രി കസേരന്ന് താഴെ കിടക്കും. അത് സൂക്ഷിച്ചു. ആരുടെ ഈ രാജ്യദ്രോഹിയെ പിടിച്ച് പുറഞ്ഞു കിടക്കും? എന്റെ സാറന്മാരെ, നിങ്ങൾ രണ്ടുപേരും തർക്കിച്ചിരുന്നാലേ സമയം പോകും. ഈ പരിപാടി ഇന്ന് രാത്രി തന്നെ പ്രക്ഷേപണം ചെയ്യാനുള്ളതാണ്. ഇനി ഞാൻ എൻ്റെ
അനുശോചന പ്രസംഗത്തിലേക്ക് കടക്കാം. രാഷ്ട്രീയ ജനാധിപത്യ വിശ്വാസികളും രാഷ്ട്രീയ പ്രബുദ്ധതയുമുള്ള നാട്ടുകാരെ, മഹാകവിയുടെ മരണവാർത്ത മറ്റെല്ലാവരെയും പോലെ ഞാനും ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. ഞങ്ങളുടെ മന്ത്രിസഭയെ പറ്റി പലതരത്തിലുള്ള കുപ്രചരണങ്ങളും അപവാദങ്ങളും പറഞ്ഞു വരുത്തുന്നുണ്ട്. ചിലർ പറയുന്നു ഈ മന്ത്രിസഭ തകരുമെന്ന്. എന്നാൽ മഹാകവിയുടെ മൃതദേഹത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ മന്ത്രിസഭ തകർന്നു വീഴാതിരിക്കുന്നതിന് വേണ്ടി വോട്ടവകാശമുള്ളവരും അല്ലാത്തവരുമായ സകലമാന പേരെയും നിന്നെ ഒഴികെ മന്ത്രിസഭയിൽ എടുക്കാൻ പോലും ഞങ്ങൾ സന്നദ്ധരാണ്. അതിനുള്ള ശക്തി മഹാകവിയുടെ ആത്മാവ് ഞങ്ങൾക്ക് തരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മന്ത്രിസഭയെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനുള്ള അധ്വാനം വളരെ കൂടുതലായതുകൊണ്ട് ഭരിക്കാൻ വേണ്ടത്ര സമയം കിട്ടിയിട്ടില്ല എന്നതൊഴിച്ചാൽ ജനങ്ങളുടെ ആവേശവും അത്താണിയുമായ ഈ മന്ത്രിസഭ ആചന്ദ്രകാലം തുടരും തുടരും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സന്നാഹത്തിന്റെയും സംസ്കാരത്തിന്റെ മാറിയിക്കണോ സന്മാർഗി. പിന്നെ അടുത്ത് ഞാനാണ് പ്രസംഗിക്കേണ്ടത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ബഹുമാനപ്പെട്ട മരണവകുപ്പ് മന്ത്രിയുടെ പ്രസംഗമാണ്. അടുത്തതായി പ്രസംഗിക്കുന്നത് ഏതോ ഒരു MLA ആണ്. പ്രിയമുള്ള നാട്ടുകാർ, നമസ്കാരം. മഹാകവിയുടെ മരണവാർത്ത ഇവിടെ ഓരോരുത്തന്മാര് കേട്ടതിന് ശേഷമാണ് ഞെട്ടിയത്. പക്ഷേ മഹാകവിയുടെ മരണവാർത്ത അറിയുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഞെട്ടുകയുണ്ടായി. കാരണം മഹാകവി ഒരിക്കലും മരിക്കയില്ല എന്നായിരുന്നു എൻ്റെ ഉറച്ച വിശ്വാസം. പക്ഷെ അദ്ദേഹം എന്നേക്കുമായി മരിച്ചു. കവിത എന്ന് പറയുന്ന ഒന്ന് ഇനി ഈ ലോകത്ത് ഉണ്ടാകുകയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുകയാണ്. സുഹൃത്തുക്കളെ, വിങ്ങിപ്പൊട്ടുകയാണ്. ഞാൻ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില അഭ്യുദയകാംക്ഷികളുണ്ട്. അവരൊക്കെ ഇപ്പോൾ വളരെ ദുഃഖത്തിലാണ്. കാരണം ഞാൻ മന്ത്രിയായില്ല എന്നതാണ് കാരണം. ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ഒരുത്തൻ, ഒരു ചതിയൻ എന്നെ ചതിക്കുകയായിരുന്നു. അവൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഈ ചതിയൻ ഒരു ദിവസം അർദ്ധരാത്രിയിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ അവൻ്റെ പാർട്ടിയിലേക്ക് കാലുമാറിയാൽ എന്നെ മന്ത്രിയാക്കാമെന്ന്. വെറും പാവമായ, വെറും ശുദ്ധഗതിക്കാരനായി ഞാൻ അവൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ്റെ പാർട്ടിയിലേക്ക് കാലുമാറി. എന്നിട്ട് ഈ ചതിയൻ ചെയ്തതോ, അവൻ മന്ത്രിയാകുകയും എന്നെ തഴയുകയാണ് സുഹൃത്തുക്കളെ ചെയ്തത്. ഈ അവസരത്തിൽ മഹാകവിയുടെ മൃതശരീരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്, തകർന്ന ഹൃദയത്തോടുകൂടി, ഒരു ദിവസമെങ്കിലും വേണ്ട, 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഞാൻ മന്ത്രിയായതിനു ശേഷം മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. അക്ഷരമറിയാവുന്നവർക്ക് എന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. എനിക്ക് ഒന്നല്ല, അനേകം പേരുകളുണ്ട്. പ്രതിഭാധനരുടെ ഭാവനയിൽ നിന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ ആരുമല്ല, എന്നാൽ എല്ലാം വട്ടാണല്ലേ. വിവരദോഷികൾക്ക് അങ്ങനെയൊക്കെ തോന്നാം. മഹാകവി മരിക്കുമ്പോൾ നിങ്ങളോട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പലതും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ശൂന്യതയിൽ ഏകാഗ്നിയായിരുന്നു കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളത്. പരസ്പരം അറിയുകയും അറിയാതിരിക്കുകയും ചെയ്തിരുന്ന 2 പേർ. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നർത്ഥം. നിങ്ങൾക്ക് മഹാകവിയെ കാണാൻ അനുവാദമില്ല. നിങ്ങൾ മടങ്ങിപ്പോണം. ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകയാണ്. ഈ പൂവ്
അദ്ദേഹത്തിന്റെ കാൽക്കൽ വെച്ചിട്ട് ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം. ഈ പൂവ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വെക്കണമെന്നോ? അദ്ദേഹത്തിന്റെ കാലുകൾ അത്ര വില പറഞ്ഞതാണെന്നാണോ നിങ്ങൾ പറയുന്നത്? വേഗം ഇവിടുന്ന് വിൽക്കണം, ജീവൻ വേണമെങ്കിൽ. സന്മാർഗത്തിന്റെയും സംസ്കാരത്തിൽ എന്റെ അനുശോചന പ്രസംഗം കഴിഞ്ഞു മതി തന്റെ സന്മാർഗം. മഹാകവിയുടെ സുഹൃത്ത് എന്നതിലുപരി ഒരു കവി എന്ന നിലയിൽ ഞാൻ ഇനി അനുശോചന പ്രസംഗത്തിലേക്ക് കടന്നു. ലോകത്തിൽ ഇന്ന് വരെ കോടാനുകോടി മനുഷ്യർ മരിച്ചിട്ടുണ്ടെങ്കിലും ശരിയായ മരണം ഇതാണെന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഭവഭൂതിയുടെയും ഭർതൃഹരിയുടെയും മരണങ്ങൾ പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. ഇവിടെ അനസൂയ മരിച്ചു, പ്രിയംവദ മരിച്ചു. അധികം എന്തിനു പറയുന്നു? മഹാകവി കാളിദാസൻ മരിച്ചു, കണ്വമാമുനി മരിച്ചു. അപ്പോൾ പോലും ഞാൻ കരഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ, കരഞ്ഞിട്ടില്ല. ഇന്ന് കരയും. കാരണം മഹാകവിയുടെ മരണം മൂലം ഏറ്റവും അധികം നഷ്ടമുണ്ടായിട്ടുള്ളത് എനിക്കാണ്, എനിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ കരയാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ, കരയാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ അല്പം കരഞ്ഞുകൊള്ളട്ടെ. കരയാൻ വരട്ടെ. എല്ലാവരുടെ കരച്ചിലും കൂടി ഒരുമിച്ചൊരു എപ്പിസോഡായി ഷൂട്ട് ചെയ്യാം, അതല്ലേ നല്ലത്? എന്നാ ഞാനിപ്പോ കരയുന്നില്ല. എങ്കിലും ഈശ്വരൻ സാക്ഷിയായി, ഭഗവാനാണ് കണ്ണ് രണ്ടാണ്, ഞാൻ പറയുകയാണ്, ഞാൻ കരയുകയാണെന്ന്. ഈ മരിച്ചു കിടക്കുന്നത് വെറും മഹാകവിയല്ല, എന്റെ തന്തയാണ്. തന്ത എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ ഇപ്പോ പറയുന്നില്ല. ഭഗവാനെ, നാരായണ, ഭക്തവത്സല, അയ്യോ! അനുശോചന പ്രസംഗം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്ത്? സന്മാർഗത്തിന്റെയും സംസ്കാരത്തിന്റെയും എടുത്താൽ പൊങ്ങാത്ത ദുഃഖം മൂലം ഹൃദയം തകർന്നാണ് കുഞ്ഞിക്കാളി വരുന്നത്. കുഞ്ഞിക്കാളിയെ കാണാൻ ആയിരക്കണക്കിന് ആൾക്കാരാണ് പഠിച്ചുകൂടിയിരിക്കുന്നത്. അല്ലാതെ മഹാകവിയുടെ മരണം ഒരു പ്രശ്നമായി ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് വികാരവിവശനായി കുഞ്ഞിക്കാളിയെ കാണാൻ കാത്തിരിക്കുക. കുഞ്ഞിക്കാളി വരുന്നു, കുഞ്ഞിക്കാളി ഇതാ വരുന്നു, കുഞ്ഞിക്കാളി ഇതാ വരുന്നു. നമസ്കാരം. ഭഗവതിക്ക് അനുശോചന പ്രസംഗം വായിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. മലയാള ഭാഷ മുഴുവൻ അറിയണമെന്നില്ലല്ലോ. അതിന് തന്നാൽ ഞാൻ എൻ്റെ ചാനൽ അവതാരയെ കൊണ്ട് വായിപ്പിക്കാം. പ്രിയമുള്ളവരെ,
മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ശരീരം മാത്രം നോക്കി ജീവിക്കുന്ന ഞരമ്പ് രോഗികളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് ഈ അവസരത്തിൽ തികച്ചും അനുചിതമായിരിക്കും. അതുകൊണ്ട് മഹാകവിയെക്കുറിച്ച് മാത്രം 2 വാക്ക് പറയാൻ എന്നെ അനുവദിക്കണം. മലയാള കവിതയുടെ മാസ്മരിക ലോകത്തേക്ക് ഞങ്ങളെ കൈപിടിച്ച് കയറ്റിയ സ്നേഹനിധിയായ ഗുരുനാഥനാണ് അദ്ദേഹം. ഏകാന്തതയിൽ മനസ്സിനോട് നടത്തുന്ന സ്നേഹമന്ത്രണമാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. സ്നേഹത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, അനുഭൂതിയുടെ അതുവരെ കാണാത്ത ഒരു തലത്തിലേക്കാണ് മലയാളത്തിൻ്റെ മനസ്സിനെ അദ്ദേഹം ഉണർത്തിയത്. ഇങ്ങനെ മറ്റൊരാളും നമ്മുടെ മനസ്സിനെ മുട്ടി വിളിച്ചിട്ടില്ല. ഇങ്ങനെ മറ്റൊരാളും നമ്മുടെ മനസ്സിനോട് സ്നേഹാതുരമായി തൊട്ടുരിയാടിയിട്ടുമില്ല. ആ മഹാപ്രതിഭയുടെ കാൽക്കൽ അക്ഷരജ്ഞാനമില്ലാത്ത ഈ എളിയ ആരാധികയുടെ കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ചു കൊള്ളട്ടെ. ഹലോ ഹലോ, ഇനിയെങ്കിലും എൻ്റെ ഈ കവിത ഇവിടെ അവതരിപ്പിച്ചില്ലെങ്കിലേ അത് നമ്മുടെ നാടിന് എടുത്താ പൊങ്ങാത്ത നഷ്ടമായിരിക്കും. കാരണം എൻ്റെ എല്ലാ ഭാവനാ ശക്തിയും ഞാൻ ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഹൃദയവേദനയോട് കൂടി ഇന്നേ വരെ ഞാനൊരു കവിത രചിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവരും ചേർന്ന് ഒരു സമൂഹ ഗാനമായിട്ട് വേണം ഈ സമൂഹഗാനം ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു. കവിതൻ ഭാര്യ മരിച്ചിട്ടില്ല, കവിതൻ പുത്രി മരിച്ചിട്ടില്ല, അപ്പുറത്തിപ്പുറത്താരും മരിച്ചില്ല. പിന്നെ മരിച്ചതോ കാവ്യകുലത്തിൻ കാരണഭൂതനാം, കാവ്യകുലത്തിൻ കാരണഭൂതനാം പ്രിയ കവിയുടെ കാലം പൂവി. മരണമിതയോ മരണം എന്നു തുടങ്ങി, ഇതെവിടെ തുടങ്ങി? ഗാഗുൽത്താമലയിൽ നിന്നോ മാപ്പിളലഹളയിൽ നിന്നോ അതോ ഹിമവൽ സാനുക്കളിൽ നിന്നോ? ജനനം, ജനിച്ചു കഴിഞ്ഞാൽ മരണം. എന്തതിശയമേ കവിതൻ മരണം, എത്ര മനോഹരമേ. എന്തതിശയമേ കവിതൻ മരണം, എത്ര മനോഹരമേ. ഇതിനകത്തു കിടന്നുകൊണ്ട് പലതും ഞാൻ സഹിക്കുകയായി. ഇനി സഹിക്കാൻ എനിക്ക് പറ്റില്ല. കണ്ടില്ലേ, എല്ലാവരും കൂടി എന്റെ മരണം ആഘോഷിക്കുന്നത്. ഏതോ മനുഷ്യനെ ഭൂതവും ഭാവിയുമാക്കി അറപ്പുളവാക്കുന്ന അലങ്കാര വാക്കുകൾ ഉപയോഗിച്ച് മുദ്രാവാക്യങ്ങൾ എഴുതിയ കവിതയാണ്. സമൂഹം തരുന്ന അനുഭവങ്ങളെ സ്വന്തം വിചാരങ്ങളുമായി കൂട്ടിച്ചേർത്ത് അല്പമെങ്കിലും സാംസ്കാരികമുള്ളവരും ഉണ്ടാകുന്ന വിധത്തിൽ മന്ത്രിക്കസേര സ്വപ്നം കണ്ട് ഒരുടുപ്പുമില്ലാതെ അവസരത്തിനൊത്ത് കാലുമാറുന്ന താനൊക്കെ എന്തു സേവനമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ സകല ദുർഗുണങ്ങളുടെയും
എഴുതുകയും മരിച്ചു കഴിഞ്ഞാൽ അയാൾ സന്മാർഗത്തിന്റെ കാവൽമാരാകുകയാണ് എന്നല്ല പത്രാധിപരുടെ ജോലി. സത്യത്തിനൊപ്പം ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് വേണം മാധ്യമപ്രവർത്തനം. മന്ത്രി ശ്രേഷ്ഠ ഇപ്പൊ വെറും മന്ത്രി. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന ഏറ്റവും മികച്ച ഒരവസരം, അല്ലാതെ സ്വയം രാജാവായി ചമഞ്ഞ് ജനങ്ങളെ പ്രജകളെന്ന് അവഹേളിക്കുകയും അധികാരം നിലനിർത്താൻ തന്ത്രങ്ങൾ മെനയുന്നതുമല്ല മന്ത്രിയുടെ പണി. ആദർശത്തിന് മൂല്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത രാഷ്ട്രീയ നേതൃത്വം. അവരെ സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെയാക്കി സ്തുതിഗീതങ്ങൾ എഴുതി ജീവിക്കുന്ന കവികൾ, നേതാക്കളുടെ അഴിമതികളെ ഊണകൾ കൊണ്ട് വെള്ളപൂശുന്ന ന്യായീകരണ തൊഴിലാളികളായി അധപ്പതിച്ച ജനപ്രതിനിധികൾ, ഭരണത്തിനെതിരെ ശബ്ദിക്കുന്നവരെ രാജ്യദ്രോഹികളെന്നും നഗര തീവ്രവാദികളെന്നും ചാപ്പകുത്തി ഉന്മൂലനം ചെയ്യുന്ന ഭരണവർഗത്തിന്റെ ഏജന്റുമാർ, നേതാവിന് പുഷ്പവൃഷ്ടി നടത്തുന്ന, അവരെ പുകഴ്ത്തുന്ന പ്രാർത്ഥനാഗീതങ്ങൾക്കൊപ്പം ചുവടുവയ്ക്കുന്ന അണികൾ, പിന്നാലെ വരുന്ന തലമുറയ്ക്ക് എന്തു സന്ദേശമാണ് ഇവർ നൽകുന്നത്? എന്റെ നാടിന് ഇതിൽ നിന്നെല്ലാം എന്നാണ് മോചനം ലഭിക്കുക? എന്തതിശയമേ കവിതൻ മരണം എത്ര മനോഹരമേ, എന്തതിശയമേ കവിതൻ മരണം എത്ര മനോഹരമേ, എന്തതിശയമേ കവിതൻ മരണം എത്ര മനോഹരമേ, എന്തതിശയമേ കവിതൻ മരണം എത്ര മനോഹരമേ. പ്രിയപ്പെട്ട നാട്ടുകാർ, മഹാകവിയുടെ സുഹൃത്തുക്കൾ